ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകണം നമ്മൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ് നമ്മൾ നിർത്തിയിരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെയ്ത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ വർക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സിലിണ്ടർ സെറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, അതായത് പഴയ പാക്കിങ് ഒട്ടിരിക്കുന്നത് വിടിയിച്ച് കളയുക. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ ലൈറ്റിൽ നിന്ന് ബോർ ചെയ്തതും അതുപോലെ തന്നെ പാർട്സുകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെഡ് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തേക്കെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നോക്കിയിട്ട് പറഞ്ഞത്, അതായത് ഞാനിപ്പോൾ എടുത്ത് നോക്കണുള്ളൂ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇതിലവർ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാൽവ് പിന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വാൽവ് വേണ്ട, ഈ ഒരു ഞാൻ നേരത്തെ കരി പിടിച്ചിരുന്നത് കാണിച്ചു തന്നെ നിങ്ങൾക്ക്. അപ്പോൾ അതൊന്നും കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം കരി പിടിച്ച് നല്ലപോലെ ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ എന്താണ് ഇതിൻ്റെ വാൽവ്, ഈ ഒരു ഗൈഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ എന്താണ് പുതിയ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡിൻ്റെ ഒക്കെ ഭാഗം നല്ലപോലെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ സ്മൂത്ത് ചെയ്താണ് തരുന്നത്. നമുക്ക് ഈ ഹെഡ് വശം നല്ലപോലെ സ്മൂത്ത് ചെയ്ത് ക്ലിയർ ചെയ്താണ് തരുന്നത്. കാരണം ഒരുപാട് കരി പിടിച്ച് ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ എക്സോസും ഇൻടേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ടാപ്പറ്റിൻ്റെ ഒക്കെ വാൽവിൻ്റെ സൈഡ് വരുന്നത് ഉള്ളിലൊക്കെ നല്ലപോലെ കരി ഉണ്ടായിരുന്നു, അതും ക്ലിയർ ചെയ്തിട്ട് അതുപോലെ തന്നെ ക്ലിയറൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എൻജിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയറൻസ് നോക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം, ഈ എക്സോസിൻ്റെ ഭാഗം കണ്ടാലും മനസ്സിലാകണ്ട, ഇതിൽ ഗ്രൈൻഡ് ചെയ്തേക്കണ കാണാൻ പറ്റും അതിൻ്റെ ഉൾവശം. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ കരി കളഞ്ഞിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെയ്ത്ത് വർക്ക് വരുന്നത് ഇത്രയും ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ക്യാം ഷാഫ്റ്റിന് എന്തെങ്കിലും ബെയറിങ്ങിന് എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൗണ്ടോ ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ നോക്കണം. അതുപോലെ തന്നെ റോക്ക് റാംസിൻ്റെ തേയ്മാനം നോക്കണം. റോക്ക് റാംസിൻ്റെ തേയ്മാനം നോക്കാന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡിൽ റോക്ക് റാംസിൻ്റെ ഈ ഒരു നെറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവില്ല, എൻ്റെ തേയ്മാനം കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ പ്ലേ എത്ര അഡ്ജസ്റ്റ് ചെയ്യാനും കിട്ടില്ല. അപ്പോൾ അത് റോക്ക് റാംസിൻ്റെ അതുപോലെ തന്നെ ബെയറിങ്ങിലുള്ള ഷെയ്ക്കും കാര്യങ്ങളും നോക്കണം. അത് അഴിച്ചെടുത്തിട്ട് വേണം നോക്കാനായിട്ട്. ഞാൻ പുറമേ നോക്കിയപ്പോൾ ഇതിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് റോക്ക് റാംസിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ക്യാം ഷാഫ്റ്റിലും പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകൾ കാണാത്തതുകൊണ്ട് ക്യാം ഷാഫ്റ്റും നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പഴയ ക്യാം ഷാഫ്റ്റ് സ്പ്രിങ് അതുപോലെ തന്നെ റോക്ക് റാമൊക്കെ പഴയതാണ്. ഇതിൻ്റെ വാൽവ് ഗൈഡും വാൽവൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് നല്ല പുത്തൻ കണ്ടീഷനിലോട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ സിലിണ്ടറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി സിലിണ്ടർ എടുക്കാം. ഓക്കെ, നമ്മൾ സിലിണ്ടർ പാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പഫ് ചെയ്ത് നല്ല ക്ലിയർ ചെയ്ത് വരും. അതുപോലെ തന്നെ പുതിയ സൈസിനൊത്ത പിസ്റ്റൺ, അതായത് ബോർ ചെയ്തിട്ട് സൈസിനൊത്ത പിസ്റ്റൺ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്താൽ വരിക. കണ്ടല്ല, പുതിയ പിസ്റ്റനാണ്. അതുപോലെ തന്നെ ഉൾഭാഗം ഒരു ഈ ബോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂല്, ചെറിയ നൂല് വണ്ണത്തിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണതാണ്. പിന്നെ അതിന് പാകത്തുള്ളൊരു പിസ്റ്റണും സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പുതിയത് തരാം. അപ്പോൾ ഇതാണ് ബോറിങ്ങിൻ്റെ സെക്ഷൻ വരുന്നത്. ഇപ്പോൾ ഈ ഒരു പിസ്റ്റൺ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് പിസ്റ്റൻ്റെ ലോക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലോക്ക് നമ്മൾ കൃത്യമായിട്ട് മാറ്റി വെച്ച് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ലോക്ക് ഇടാതെ ആയിക്കോളൂ പിസ്റ്റൺ വന്നേക്കണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് എന്തെങ്കിലും നമ്മളിത് പൊക്കിയെടുക്കുക. പൊക്കിയെന്ന് വെച്ചാൽ ഫുള്ള് ഊരാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പിസ്റ്റൺ ഹാഫ് മുകളിലേക്ക് നിർത്തിയിട്ട് വേണം നമ്മൾ ഒരു വൺ സൈഡ് ലോക്ക് ഇട്ടിട്ട് എഞ്ചിനകത്ത് കയറ്റിയിട്ട് കണക്ടറിൻ്റെ കണക്ട് ചെയ്തതിനു ശേഷം അടുത്ത ലോക്ക് ഇടാനായിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പാർട്സുകൾ ക്ലിയർ ചെയ്ത് വന്നേക്കാണ് നിങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ സിലിണ്ടർ ഹെഡ്, പിസ്റ്റൺ, അതുപോലെ തന്നെയാണ് സിലിണ്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ട പാർട്സുകൾ പാക്കിങ് കാര്യങ്ങളൊക്കെ പുതിയത് വേണം. അതുപോലെ തന്നെ ഒരു ബോണ്ട് അത്യാവശ്യം ഇതിന് യൂസ് ചെയ്യാനായിട്ട് വേണം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കിങ്ങൾ കിറ്റായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസുകൾ മാത്രം കാണിച്ചാൽ ഇതുപോലെ സിലിണ്ടറിൻ്റെ ഗ്യാസ്കറ്റ്. അപ്പോൾ അതൊരു മെയിനാണ്. അതുപോലെ തന്നെ ഒരു മെറ്റൽ പീസ് പോലെ വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെറ്റൽ പീസ് പോലെ വരുന്ന ഐറ്റമാണ് നമ്മൾ ആ ടെൻഷനറിൻ്റെ ഗ്യാസ്കറ്റ് വരും. ഇതുപോലെ തന്നെ പാക്കിങ്ങിന് പകരമാണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ മാറ്റി വെക്കുക. പിന്നെ സൈലൻസറിൻ്റെ ഗ്യാസ്കറ്റ്, അതുപോലെ തന്നെ ഇത് സൈഡ് നമ്മുടെ ടൈമിങ്ങിൽ വരുന്ന ഭാഗത്ത് തന്നെ ആ കപ്പിൻ്റെ പാക്കിംഗ് ആണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു രണ്ട് പാക്കിംഗ് വരുന്നത് ടാപ്പ് അഡ്ജസ്റ്റ്മെന്റിന്റെ കപ്പ് ഞാൻ കാണിച്ചു തരുന്നത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചാൽ. അപ്പോൾ അതിൻ്റെ രണ്ടിനും ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു രണ്ട് പാക്കിങ്. നെക്സ്റ്റ് ഇത് വരുന്നത് നമ്മളെ ബെൻഡ് വൈപ്പ് കാണിച്ചു തരുന്നില്ല, കാർബേറ്ററി എന്ന് പറഞ്ഞാൽ ബെൻഡ് വൈപ്പിന്റെ ആ ഭാഗം വരുന്ന പാക്കിംഗ് ആണ്. അപ്പോൾ അതൊന്നും. പിന്നെ വരുന്നത് നമ്മളെ സിലിണ്ടറിന്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ വെക്കുന്ന പാക്കിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഹെഡിന്റെ ഭാഗത്ത് വരുന്നതാണ് ഈ ഒരു മെറ്റൽ പാക്കിംഗ്. ഇത്തരം പാക്കിങ്ങൾ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൽ ബോണ്ട് ചെയ്യുന്ന വെച്ചാൽ ഗമ്മിടും. അതെന്ന് വെച്ചാൽ പാക്കിംഗ് ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോണ്ടിങ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ശരിക്കും പറഞ്ഞ എഞ്ചിൻ സെറ്റിങ്ങിൽ ബോണ്ടിങ് വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പാക്കിംഗ് കൃത്യമായിട്ട് ഇരിക്കാൻ തെറ്റിപ്പോയിരിക്കാനും പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകളോ ചെറിയ എന്താണ് സ്ക്രാച്ചുകൾ എന്തെങ്കിലും സിലിണ്ടറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗമ്മിൽ അത് ഫില്ലായി പോകും. അപ്പോൾ ലീക്കില്ലാതെ ഒഴിവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക.
അതിനുശേഷം നമുക്ക് എഞ്ചിൻ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഴയ പിസ്റ്റൺ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ സീസൺ ഇതിൽ കാണാം പഴയ പിസ്റ്റൺ റിമൂവ് ചെയ്തിട്ടുണ്ട്, പഴയ പിസ്റ്റൺ താഴെ പോയിട്ടുണ്ട്. കുറച്ച് ക്ലീൻ ആക്കാണ്ട് അത് കാര്യങ്ങൾ ക്ലീൻ ആക്കി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഞ്ചിൻ്റെ ഒരു സെറ്റ് ചെയ്യാൻ പോകും. കാര്യങ്ങളെല്ലാം റെഡിയാണ്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ആവും. പിന്നെ ഒരു പാക്കിങ് ക്ലച്ച് പറഞ്ഞ സൈഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാക്കിംഗ് കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു സൈഡ് അഴിച്ചാലും അതിൻ്റെ പാക്കിംഗ് എപ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് വരുന്നതാണ് എപ്പോഴും ഈ പാക്കിങ്ങിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് സൈഡ് നമ്മളുണ്ടല്ലോ നല്ലപോലെ ക്ലീൻ ആക്കി കൈ പിടിച്ച് ഇന്ന സൈഡാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അപ്പോൾ ഫിറ്റിങ്ങിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ സിലിണ്ടർ സെറ്റ് ചെയ്യാനാണ് പോണത്. അപ്പോൾ സിലിണ്ടർ സെറ്റ് ചെയ്യാനായിട്ട് റോഡ് കണക്റ്റിംഗ് റോഡ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് നോക്കാം. നമ്മൾ സ്റ്റഡി പിന്ന് അതുപോലെ തന്നെ ടൈമിംഗ് ചെയിനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് ചെയിനൊന്നും ചേഞ്ച് ചെയ്യണില്ല. മിക്കവരും എൻജിൻ പണി വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി എന്താണ് ടൈമിംഗ് ചെയിന് അതുപോലെ തന്നെ അതിൻ്റെ വീലുകൾ ബുഷുകൾ ഇതെല്ലാം റീസെറ്റ് ചെയ്യും, അത് ചേഞ്ച് ചെയ്യും. കാരണം അത് അവരുടെ വർക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പം നമുക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും ചേഞ്ച് ചെയ്യണില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു പിസ്റ്റൻ്റെ ഈ ഒരു ഭാഗത്ത് പിന്ന് ഇട്ടിട്ടുണ്ട്, ലോക്ക് ഇട്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ലോക്ക് ഇട്ടിട്ടില്ല, കാരണം അപ്പുറത്തെ സൈഡിൽ നമുക്ക് ലോക്ക് അവിടെ ഇടാൻ വേണ്ടി. അപ്പൊ പിസ്റ്റൻ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതായത് ഈ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്റ്റിംഗ് റോഡിൽ പോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, പാക്കിങ് ബോണ്ടിന്റെ പാക്കിങ് സെറ്റ് ചെയ്യണം, സ്റ്റഡി പിന്നൊക്കെ ഉണ്ടോ നോക്കണം. ഇതിന് ശേഷം മാത്രം എന്താണ് നമ്മൾ പിസ്റ്റൻ ഈ സ്റ്റഡിലോട്ട് കയറ്റിട്ട് എന്താണ് ലോക്ക് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റ് പിടിച്ചിട്ട്. അപ്പൊ അതെങ്ങനെ കാണിച്ചതിന് ശേഷം നമ്മളത് ഇതുപോലെ ബോണ്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ അതിനെ ക്ലിയർ ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് ഈ ഒരു പാക്കിംഗ് ആണ് എന്താണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ പാക്കിങ് നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം പാക്കിങ് നിങ്ങൾ ഇട്ട് നോക്കുക, പാക്കിങ്ങിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ കറക്റ്റ് ആണെന്നുള്ളത് ആദ്യം വെച്ച് നോക്കണം. കാരണം ഈ ഒരു പാക്കിങ് കറക്റ്റ് പൊസിഷൻ വരുന്നുണ്ടോ കട്ടിങ് കറക്റ്റ് ആണോ നോക്കിയ ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ ബോണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു പാക്കിങ്ങിനെ നിർത്തിയിട്ട് ഈ ഒരു സൈഡിൽ നിന്നാണ് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ബോണ്ട് തേച്ച് കൊടുക്കാം. വളരെ കനം കുറവിലാണ് അത് ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. ഒരുപാട് കനത്തിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിനനുസരിച്ച് സിലിണ്ടറിന്റെ തിക്നെസ്സിൽ വ്യത്യാസം വരും. അപ്പൊ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ എന്താണ് ഈ സിലിണ്ടർ ഇരിക്കുന്ന റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ വളരെ കനം കുറച്ച് ബോണ്ട് തേച്ച് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് എന്താണ് ഈ ഓയിൽ വരുന്ന ഹോളുണ്ട് പമ്പിന്. അപ്പൊ ആ ഭാഗത്തുനിന്ന് ഒരുപാട് ബോണ്ട് തേച്ച് കൊടുക്കരുത്, കാരണം ആ ഹോളിലൊക്കെ ഇറങ്ങി ഒരു ഓയിൽ പമ്പാവില്ല. അപ്പൊ അതും കൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഈ അടിഭാഗത്തൊക്കെ ഉള്ളും സൈഡിലൊക്കെ വന്ന് ബോണ്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുക, കാരണം എപ്പോഴും താഴെ ഭാഗത്തായിരിക്കുള്ള ഓയിൽ ലീക്ക് വരാനായിട്ട് ചാൻസസ് കൂടുതൽ ഓയിൽ പമ്പിന്റെ ഹോൾ വരുന്ന ഭാഗത്ത്. അപ്പൊ അതുപോലെ വളരെ കനം കുറച്ച് വേണം ബോണ്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട്. അത് കൈ കൊണ്ട് തന്നെ ചെയ്യാട്ടോ, നമുക്ക് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ബോണ്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എല്ലാ ഭാഗത്തായിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാക്കിങ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഈ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പൊ പാക്കിങ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉറപ്പതിന് ശേഷം നമ്മൾ സിലിണ്ടർ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു പാക്കിങ് കൃത്യമായിട്ട് വെക്കുന്നു. കാണാം, ഇനി ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും അത് ക്ലിയർ ആണോ നോക്കണം, കാരണം ഓയിൽ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ ഈ ഒരു പാസേജ് ഈ സ്റ്റഡിന്റെ ഇടയിൽ കൂടെ കയറി പോകുന്നത് ഓയിൽ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ബോണ്ട് ഒരുപാട് ആക്കി കഴിഞ്ഞാൽ അതിന് പ്രശ്നവും. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബോണ്ടിങ് നമ്മൾ ഇതിന്റെ ഈ സൈഡിലായിട്ട് എന്താണ് ബോണ്ടിങ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡ് മൊത്തം എന്താണ് ഇതുപോലെ തന്നെ ഈ സൈഡ് ബോണ്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഒരു മൊത്തം നമ്മൾ എന്താണ് ബോണ്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്റ്റൺ കറക്റ്റ് ലെവൽ ചെയ്യണം. അത് പിസ്റ്റൺ എപ്പോഴും ഇല്ലാത്ത ഫ്രീ ആയിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു ആംഗിൾ കറക്റ്റ് ലോക്കായിട്ടാണ് ഇരിക്കണം നോക്കാം. പിസ്റ്റൺ ഇതുണ്ടാവും. ഈ ഒരു നമ്മൾ ടൈമിങ് ചെയ്യുമ്പോൾ ഈ ഒരു കട്ടിങ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ ക്രോസ് ഈ ഒരു പിന്ന് വരാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ലോക്ക് പിന്നെ ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് ലോക്ക് ഒരു സീലൊക്കെ റൗണ്ട് കണക്കിൽ ഇപ്പോൾ അത് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇടാനുള്ളത്. അപ്പോൾ അത് ഇടുന്ന ചെയ്ത് നമ്മൾ ആദ്യം ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ പിന്നെ നമുക്ക് തള്ളി വെക്കണം പുറത്തേക്ക്. ഇതുപോലെ ഉണ്ടല്ലോ ഞാൻ ഈ വെച്ചേക്കണ പോലെ തന്നെ പിന്നെന്താണ് ഒരു ഹാഫ് പുറത്തേക്ക് തള്ളി നിർത്തിയ എന്താണ് കമ്മ്യൂണിറ്റി സിലിണ്ടർ കയറ്റാൻ പോകും. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഉള്ളിൽ കയറ്റിയ ശേഷം എന്താണ് ആ പിസ്റ്റണം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യാട്ടോ. പിന്നെ ഓക്കെ, സ്റ്റഡിൽ കറക്റ്റ് ഇതുപോലെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യണം. നമ്മൾ
അതിനുശേഷം പിസ്റ്റണും ഈ പിന്നും എല്ലാം ഇരിക്കുന്നത് കറക്റ്റ് ആണോ, ആ ലെവലിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാം നമ്മൾ. ഓക്കെ, ഈ ഒരു ചെയിൻ നമുക്ക് ഇപ്പുറത്തേക്ക് കോർത്തെടുക്കണം. അതിന് മുന്നേറ്റ് എന്താണ് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് ഈ ഒരു സൈഡിൽ കിട്ടും. അപ്പോൾ ഈ ഒരു കണക്റ്റിംഗ് റോഡ് കണ്ടല്ലോ നിങ്ങൾ, ഈ കണക്റ്റിംഗ് റോഡ് കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ സെന്ററിലോട്ട് ലോക്ക് ചെയ്ത് വരണം. ഓക്കെ, പിസ്റ്റൺ ഇരിക്കുന്ന ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ പിസ്റ്റൺ എന്താണ് സെറ്റ് ചെയ്യാൻ പോണത്. അതിന് പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ പുറത്തേക്ക് കുറച്ച് ചാടിച്ച് നിർത്തിയിട്ടുണ്ട്. നമ്മൾ ലോക്ക് ഇട്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡാണ്. ഇപ്പുറത്തെ സൈഡിൽ ലോക്ക് എന്നാണ് ഇത് അകത്തേക്ക് സെറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ കണ്ടക്ടറിൻ്റെ കൂടെ കറക്റ്റ് വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഈ പിന്നെ തള്ളി കൊടുക്കും കറക്റ്റായിട്ട്. അപ്പോൾ കറക്റ്റ് ആ ലോക്കിലോട്ട് എന്താണ് കണക്റ്റിൻ്റെ കൂടെ കറക്റ്റായിട്ട് വീണിന് ശേഷം മാത്രം നമ്മൾ എന്താണ് പിന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ അതെന്തായാലും ഞാൻ ജസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ലോക്ക് വീഴാന്നുള്ളത്. അതിനനുസരിച്ച് നമ്മളെന്താണ് പിസ്റ്റണും ഈ ഇതും കൂടി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അന്നേരം കറക്റ്റ് പിന്നെ അതിനകത്ത് വീഴുള്ളൂ. നമ്മൾ പിസ്റ്റൺ സിലിണ്ടർ ഒന്ന് അങ്ങാട് കൂടെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കറക്റ്റ് നേരെ പിടിച്ചതിന് ശേഷം പിന്നെ നമ്മളെന്താണ് തള്ളി കൊടുക്കുക. സിലിണ്ടർ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ കയറിയിട്ടുണ്ട്. നമ്മൾ പിന്നെ എന്താണ് തള്ളി കൊടുക്കുക. ഇപ്പോൾ കണക്റ്റിൻ്റെ ഉള്ളിൽ പിന്നെ ലോക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് നമ്മൾ ആ ചെറിയ സീ ലോക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ലോക്ക് ഇവിടെ ഇടണം. വളരെ ചെറിയ ലോക്കാണ്. ഓക്കെ, ചെറിയ ലോക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ലോക്ക് ഇടാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ചെറിയ ടെസ്റ്റിൻ്റെ എൻ്റെ വശം ഞാൻ കുറച്ചൊന്ന് കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതായത് മുന്നത്തെ ഒരു വീഡിയോയിൽ ചില കമൻറ്റുകൾ വന്നിരുന്നു. അതായത് ഇതുപോലെ സിലിണ്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ വേസ്റ്റ് തുണിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോട്ടൺ തുണിയൊക്കെ ഈ സൈഡിൽ വെക്കും. എന്താ വെച്ചാൽ ഈ ക്ലിപ്പ് ഇടുന്ന ലോക്ക് ഇടുന്ന സമയത്ത് ലോക്ക് തെറിച്ച് അകത്തേക്ക് പോയിരിക്കുന്നുണ്ട്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എഞ്ചിൻ ഫുള്ള് അസംബ്ലി ചെയ്തിട്ട് അല്ലെങ്കിൽ എഞ്ചിൻ ഊരിയിട്ട് കാമത്തി കൊടേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഈ ലോക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡ് ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് വെക്കാം. പക്ഷെ നമ്മളത് എടുക്കണം. അത് കോട്ടൺ വേസ്റ്റ് അംശങ്ങളൊന്നും അകത്തേക്ക് പോരും. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത്, ഈ സൈഡിൽ എന്താണ് ന്യൂസ് പേപ്പർ വെക്കാൻ പോകും. ഇപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് അകത്തേക്ക്, അതായത് ക്രാങ്കിൻ്റെ സൈഡിലേക്ക് ഈ ഒരു പിന്നെ തെറിച്ചുകൊണ്ടിരിക്കാനായിട്ട് എന്താണ് ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പം ഇനി ലോക്ക് ജസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സൈഡിലോട്ട് ലോക്ക് ആയത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റൊരു വശം നമ്മൾ എന്താണ് തള്ളി ലോക്ക് ഇടാൻ പോകുന്നു. അപ്പോൾ ഒരു കൈ കൊണ്ട് ആ ലോക്ക് പിടിച്ചതിന് ശേഷം എന്താണ് ഇതുപോലെ ഒരു ടെസ്റ്റർ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിക്കി അകത്തേക്ക് ആക്കാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ തിക്കി ആക്കുന്ന സമയത്ത് സിലിണ്ടറിൻ്റെ അകത്തുനിന്ന് പിസ്റ്റൺ ഊരിപ്പോരാതെ വേണം പിടിച്ച് നിർത്താനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമയോടെ വേണം ചെയ്യരുത്. തിരക്ക് പിടിച്ച് ചെയ്യരുത്. കാരണം അത് തെറിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. തെറിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നു പോലും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ ലോക്കാണ്. ഓക്കെ, വേണ്ട നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കണ്ടോ നോക്കുക ലോക്ക്, അല്ലെങ്കിൽ എന്താണ് ആ ലോക്ക് തെറിച്ച് പോകും. ഓക്കെ, ഇപ്പോൾ ഈ ലോക്ക് അതിൻ്റെ ഉള്ളിൽ വേണ്ട ബ്ലാക്ക് കളറിൽ ലോക്ക് കാണാൻ കഴിയും സൈഡിൽ കിടക്കണം. അപ്പോൾ ആ ലോക്കില്ലെങ്കിൽ എന്താണ് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ചാടിപ്പോരും. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിസ്റ്റൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ പിസ്റ്റൺ സെറ്റ് ആക്കിയതിന് ശേഷം എന്താണ് പിസ്റ്റൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ കുറച്ച് ചെരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താണ് സിലിണ്ടർ അകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ഷെയ്ക്ക് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ തന്നെ നമ്മൾ വെച്ച പേപ്പർ എടുക്കുക. അത് മറന്നു പോരുത്, അല്ലെങ്കിൽ എഞ്ചിൻ്റെ അകത്ത് പോകും. അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ അപ്പുറം പോയിട്ട് നമ്മൾ ചെയിനൊന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കോർത്തെടുക്കുക. ഓക്കെ, ഇനി ഈ ചെയിൻ ബാഗും അതുപോലെ തന്നെ ഈ പിസ്റ്റൺ പിടിച്ചിട്ടുണ്ടാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്യാം. കാരണം അതിൻ്റെ ഓയിൽ റിങ്സ് പുറത്തേക്ക് എഡ്ജിലേക്ക് ചാടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കയറില്ല. ഓക്കെ, ഇപ്പോൾ പിസ്റ്റൺ കുറച്ച് സീറ്റിംഗ് ആയിട്ടുള്ള ഉള്ളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് ചെയ്യാനനുസരിച്ച് ഈ സൈഡിൽ ചെയിൻ എന്ന് പറഞ്ഞില്ല ടൈമിങ് ചെയിൻ. ടൈമിങ് ചെയിനിൻ്റെ അകത്തേക്ക് നമ്മൾ ഇതുപോലെ കാണാം ചെയിൻ ഇതുപോലെ ഇപ്പുറത്തേക്ക് കൊടുത്തെടുക്കുക. ശേഷം നമ്മൾ സിലിണ്ടർ ഇനി തള്ളി കൊടുക്കുക. ഇതുപോലെ സിലിണ്ടർ തള്ളി സീറ്റിംഗ് ആക്കി. ഓക്കെ, ഈ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ചിറ്റിക ആമറൊന്നും യൂസ് ചെയ്തിട്ടില്ല. എഞ്ചിത്തുമ്മൽ നമ്മളൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഹാൻഡ് ഫിറ്റിംഗ് ആണ് എല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പിസ്റ്റൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ ടൈമിങ്ങിന്റെ കാര്യം നോക്കേണ്ടത്. അപ്പോൾ ടൈമിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പിസ്റ്റൺ ടോപ്പിൽ വരുന്നത്. അതായത് പിസ്റ്റൺ ടോപ്പ് ലെവൽ കറക്റ്റ് ആണ് നോക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മളിവിടെ മാഗ്നറ്റിലോ അല്ലെങ്കിൽ റോട്ടറിലോ നമ്മളെ റോട്ടറിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ക്രാങ്ക് കറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിസ്റ്റൺ ടോപ്പിൽ നിൽക്കണ്ട്. ഇനി നമ്മളൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് തെറ്റിക്കാൻ നിൽക്കരുത്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ചെയിൻ പാഡ് വരുന്നുണ്ട് താഴെ. അപ്പോൾ അത് ഇതുപോലെ സെറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ചെയിൻ പാഡ്. അപ്പോൾ ആ ചെയിൻ പാഡ് അതിനകത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഒരു ചെയിൻ പാഡ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹെഡാണ്. അപ്പൊ ഹെഡിൽ വരുമ്പോൾ അതുപോലെ തന്നെ ഹെഡിന്റെ പാക്കിങ്, ഞാൻ പറഞ്ഞ ഹെഡിന്റെ പാക്കിങ് നമ്മൾ ഇതുപോലത്തെ ഹെഡ് പാക്കിങ് വരും. അപ്പൊ അടുത്ത സെക്ഷനിൽ നമ്മൾ ഇതാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇവിടെ നൈസായിട്ട് ബോണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ കനം കുറച്ച് എന്താണ് ബോണ്ട് ഈ പിസ്റ്റന് ചുറ്റും പറഞ്ഞ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ നൈസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ തന്നെ ഇവിടെ നമുക്ക് 2 സ്റ്റഡി പിന്നുകൾ വരുന്നുണ്ട്. ആ പിന്ന് നമ്മൾ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഇതുപോലത്തെ മെറ്റലിന്റെ പിന്നുകളാണ്. ഈ പിന്ന് ഇടാനായിട്ട് മറക്കരുത്, കാരണം അതാണ് നമ്മളെ ഇഞ്ചിന്റെ ഈ കേസുകൾ എന്താണ് സ്റ്റഡിയാക്കി നിർത്തുന്നത്. അപ്പൊ ആ പിന്നെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അപ്പൊ ആ സൈഡുകൾ നമ്മൾ മെയിനായിട്ട് നോക്കണം വ്യക്തമായിട്ട് ഏതൊക്കെ സൈഡാണ്. ഒന്നില്ലെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഹെഡിൽ നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിലോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പാക്കിങ് കറക്റ്റായിട്ട് ഇടാൻ പറ്റും. ഇതുപോലെ 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കുള്ളൂ ഈ 2 സ്റ്റഡി പിന്ന് വരാം. അപ്പൊ ഇത് എക്സോസ്റ്റ് വരുന്നതാണോ, ഇത് ഇൻടേക്ക് വരുന്നതാ മേൽവശവും. അപ്പൊ അത് മെയിനായിട്ട് നോക്കാം. അപ്പൊ ഈ ഒരു കോർണറിലും ഈ ഒരു കോർണറിലും അപ്പൊ ഇതുപോലെ തന്നെ ഈ പിന്ന് സെറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെയും വരും അതിന്റെ ക്രോസ് ആയിട്ട് ഇവിടെ. അപ്പൊ ഈ 2 പിന്നിട്ടതിന് ശേഷം നമ്മൾ എന്താണ് ഈ ഒരു പാക്കിങ് നമ്മൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ചെയിനും ചെയിൻ പാഡൊക്കെ എന്താണ് കറക്റ്റ് അതിൽ കോർത്തെടുത്തിട്ട് ഇതിൽ ഗ്യാസ്കറ്റ് വയ്ക്കും. ഓക്കെ അല്ലേ, ഗ്യാസ്കറ്റ് ഇങ്ങനെ അകന്ന് നിൽക്കും, അത് നോക്കണ്ട. നമ്മൾ സിലിണ്ടർ വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കുള്ളൂ ഇതെന്താണ് ടൈറ്റ് ആവുക. ഇനി ഇതുപോലെ തന്നെ ഹെഡിന്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ എന്താണ് നൈസായിട്ട് കുറച്ച് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കറക്റ്റ് വെച്ചതിന് ശേഷം നോക്കാം എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ, സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, പിന്നൊക്കെ ക്ലിയർ അല്ലേ, ഈ സ്റ്റഡി പിന്നെ പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഓക്കെ ഉറപ്പ് വരുത്തിയിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചെയിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തെടുക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം ഹാമറിങ് ചെയ്യരുതൊന്നും, അടിച്ചു കയറ്റേണ്ട ഒരു അവസ്ഥ ഒന്നിലും ഉണ്ടാക്കരുത്. കാരണം ഹാമറിങ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു പാർട്സുകൾക്ക് ഡാമേജ് വരും. അപ്പൊ അതുകൊണ്ട് ഹാമറിങ് ചെയ്യാതിരിക്കുക അവിടെ. കാരണം ഇത് നമ്മളെ കൈ കൊണ്ട് കഴുകി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ചില തടസ്സങ്ങളൊക്കെ വെച്ചാൽ ഈ ചെയിൻ പാഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തീർക്കും. അപ്പോൾ ചിലർ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് കയറാനുള്ള സമയത്ത് ഉടനെ ചിറ്റി എടുത്ത് അടിക്കുക, ഇപ്പൊ അടിച്ച് ശരിയാക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരമാവധി ചെയ്യാതെ നോക്കുക. ഓക്കെ, ഇത് ഉണ്ടാകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ നമുക്ക് സൈഡിൽ, 2 സൈഡിലും ഗ്യാപ്പ് നോക്കിയാൽ മതി ജോയിന്റ് വരുന്നത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് ഒട്ടിയിരിക്കണമെങ്കിൽ എഞ്ചിൻ ഹെഡ് എന്താണ് സിലിണ്ടറും കറക്റ്റ് ആണ് സീറ്റ്. ഇനി നമ്മള് മെയിൻ ബോൾട്ടിൽ ഒന്ന് ടൈറ്റ് ചെയ്യണം. മെയിൻ ബോൾട്ടിൽ ടൈറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്കറ്റിൽ ഗം ഇട്ടിട്ടുണ്ട്, ഗമ്മൊക്കെ ഉണങ്ങി പോകും. പാക്കിങ്ങും ടൈറ്റിങ് കറക്റ്റ് ആയിട്ട് വരാൻ പറ്റുന്നത് ആദ്യം ഈ സ്റ്റഡിന്റെ 4 ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അയച്ചെടുത്ത പോലെ തന്നെ എന്താണ് 4 വാഷറുകൾ ഉണ്ടാവും. കാരണമുള്ള ഇതുപോലെ എന്താണ് 4 വാഷറുകൾ ഉണ്ടാവും. ആ വാഷറുകളായിരുന്നു നമ്മൾ നട്ട് ബോൾട്ടുകളെല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കണം, കാരണം നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 വാഷറുകൾ ഹെഡിൽ അതിനിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതുപോലെ തന്നെ കപ്പ് ബോൾട്ടുകൾ ഉണ്ടാവും. അതായത് 1 സൈഡ് മാത്രം ഓപ്പണിംഗ് ആയിട്ടുള്ള ബോൾട്ടാണ്, മുത്ത് പോലെ വരും. അപ്പൊ ആ ബോൾട്ട് എന്താണ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ബോൾട്ട് കംപ്ലൈന്റ് ഉണ്ട്, ഇപ്പോ അതിന്റെ കട്ടിങ് സ്പാനറിൽ പിടിക്കുന്ന സ്ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പുതിയത് വാങ്ങിയതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇതിലും പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ടൈറ്റ് നമ്മൾ കൈ കൊണ്ട് ആദ്യം ഏതൊരു ബോൾട്ടും കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക. എഞ്ചിൻ ബോൾട്ടുകൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഇനി സ്പാനർ ആയിക്കോട്ടെ റാച്ചറ്റ് ആയിക്കോട്ടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ അടിച്ചെടുത്ത പോലെ അല്ല നമ്മൾ ടൈറ്റിങ്ങിന് മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ രീതിക്കാണ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു ബോൾട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിന്റെ ക്രോസ് ബോൾട്ട് അതുപോലെ തന്നെ 2 തിരിച്ചിരിക്കുക. അതിന് താഴെയുള്ള ഈ ബോൾട്ട് അതുപോലെ തന്നെ നേരെ അതിന്റെ ക്രോസ് ബോൾട്ട്. അപ്പൊ ഇതുപോലെ ക്രോസ് ചെയ്ത് വേണം ബോൾട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എഞ്ചിൻ എന്താണ് അതിന്റെ സ്റ്റഡിൽ കോട്ടം വരും. അപ്പൊ ഇതുപോലെ നമ്മൾ ക്രോസ് ടൈറ്റിങ് ചെയ്യാം. അതുപോലെ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമ്മളും ഈ എഞ്ചിന്റെ മാനുവൽ അനുസരിച്ച് നമ്മൾ ടോർക്ക് റേഞ്ച് ഉണ്ട്.
അതായത് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബോൾട്ട് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പലരും അത് പറയും. അപ്പോ മിക്ക വർക്ക്ഷോപ്പുകളും ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവർ ആ ഒരു ടൈറ്റിങ് മനസ്സിലാക്കിയാണ് ചെയ്യാറ്. ചെയ്ത് ശീലമില്ലാത്തവർ എന്തായാലും ടോർക്ക് റേഞ്ച് യൂസ് ചെയ്ത് ചെയ്യണമായിരിക്കുള്ളൂ ബെറ്റർ. ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റ് ആ ഒരു റാച്ചറ്റിൽ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും. ഈ ഒരു ടൈറ്റ് മനസ്സിലാക്കി നമ്മൾ ക്രോസ് ടു ക്രോസ് എന്നാണ് ടൈറ്റ് ചെയ്യുക. പിന്നെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈറ്റ് ഫുൾ ആയെന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു ബോണ്ട് ഇട്ടിട്ടില്ലേ പാക്കിങ്ങിന്റെ സൈഡിൽ, അത് സൈഡിലോട്ട് തുറച്ച് വരണം കാണാൻ പറ്റും. കാരണം ഫുൾ ടൈറ്റ് ആകുമ്പോഴായിക്കുള്ളൂ ആ ഒരു ബോണ്ട് പുറത്തേക്ക് തള്ളി വരുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾട്ടും സ്റ്റഡും പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കി ടൈറ്റ് ചെയ്യാൻ മതി. ഓക്കെ, അതുപോലെ തന്നെ സൈഡിൽ 2 8-ന്റെ ബോട്ടുകളും വരുന്നുണ്ട്. അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു. നമ്മളെ ടൈമിംഗ് വീലിന്റെ ഈ ഒരു മേലെ ഭാഗത്തായിട്ട് കണ്ടില്ലേ ഒരു പോയിന്റ് കണ്ടില്ലേ, ഈ ഒരു പോയിന്റ് ഈ ഒരു ലെവലിൽ വരണം. അതായത് ഞാനിപ്പോൾ ഈ വീല് പിടിച്ചിട്ടുണ്ട് എഞ്ചിന്റെ ഈ ഒരു ലെവലിൽ. അപ്പൊ ഇതേ മാർക്കിങ് ഇതിവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്ന അറിയില്ല, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചത്. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു മാർക്കിങ് വരുന്നുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് വെട്ടം കിട്ടാത്തതുകൊണ്ടാണ്. ഓക്കെ, അതായത് എഞ്ചിന്റെ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടുള്ള ഈ ഒരു ലെവലിലായിരിക്കണം ഈ ഒരു മാർക്കിങ് വരാം. അത് നോക്കിയാൽ മതി മെയിൻ ആയിട്ട്. അപ്പൊ ഞാനിപ്പോൾ ഈ വീല് വെച്ചിട്ടുണ്ട്, ഈ ഒരു ലെവലിലായിരിക്കണം വീല് നിൽക്കേണ്ടത്. ചെയിൻ അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇടണം. അപ്പൊ ഞാനത് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള ജസ്റ്റ് നോക്കിക്കോട്ടെ. ആദ്യം നമ്മൾ എന്താണ് ഇതിന്റെ അകത്തേക്ക് വീല് കടത്തിരിക്കുക. ചെയിൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതിൽ ചുറ്റി വെക്കുക. അകത്തേക്ക് ഇതേ പൊസിഷനിൽ വീല് കടത്തുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ചെയിനിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് ചെയിൻ ഇട്ടാണ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ചെയിൻ ഇട്ടെ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെവലിൽ വന്നില്ല. കാരണം ഇതെന്താണ് ഇങ്ങനെ ചെരിഞ്ഞാൽ വന്നേക്കണത്. അപ്പൊ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തൊന്ന് റെഡിയാക്കണം. അപ്പൊ അത് ഏത് സൈഡിലേക്ക് റൊട്ടേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിന്റെ ത്രെഡ് നോക്കിയെടുക്കുക. ഈ ഒരു ത്രെഡ് കൂടെ ഉണ്ട്, ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ വീൽ എന്താണ് നേരല്ല. വീൽ ഇപ്പോൾ ഒന്ന് സ്റ്റഡി ആക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീലിനെ വിടിച്ചെടുക്കുക. ചെയിൻ വിടിക്കാതെ എന്താണ് വീലിനെ വിടിച്ചെടുത്തിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയിനും ഒന്ന് കറക്കി കൊടുക്കണുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നേരെ വന്നിട്ടുണ്ട്. ഒരു പൊടിക്കൂടെ വരാണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. ഓക്കെ, ഈ ഒരു ത്രെഡ് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ നോക്കാം. നേരത്തെ പറഞ്ഞ ആ ഒരു മാർക്കിംഗ് കണ്ട ഈ ഇതിന് ലെവലായിട്ട് വരുന്നതുണ്ട എട്ടിന്റെ ഒരു ജസ്റ്റ് ഒരു ഒറ്റ കട്ടിങ് കൂടെ നമുക്കൊന്ന് കറക്കി കൊടുക്കാം. അതിനായിട്ട് എന്താണ് ഇതുപോലെ ഒന്ന് തെറ്റിക്കുക. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കണ്ട. ഈ ഒരു പോയിന്റ് മാർക്കിങ് ഈ ഒരു എഞ്ചിന്റെ ഈ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോൾ കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ടെസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ കണക്ടർ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ചെറിയ 2 ബോൾട്ടുകൾ ഒരുപോലെ തന്നെ ഇത് നമ്മൾ കൈ കൊണ്ടെന്താണ് കറക്റ്റ് പിടിപ്പിക്കണം. ത്രെഡ് പിടിപ്പിക്കുക കൃത്യമായിട്ട്. ഓക്കെ, ഇനി കണക്ടർ എടുത്തതിന് ശേഷം ഇതിന്റെ കറക്റ്റ് പിടിപ്പിക്കുക. ടൈമിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് ഇതോടുകൂടി ടൈമിംഗ് കൃത്യമായി. അപ്പോൾ പിസ്റ്റൺ ടോപ്പിലാണ്. അതുപോലെ തന്നെ എന്താണ് വീലിന്റെ മാർക്കിംഗ് നോക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ അസംബ്ലി ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമിംഗ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ മാഗ്നറ്റ് അഴിക്കും. മാഗ്നറ്റ് അഴിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റ് സൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് കണ്ടുകൂടാ. ഇത് അഴിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റ് മാർക്കിംഗ് നോക്കാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റുമായി ടി എന്ന് പറഞ്ഞ പൊസിഷൻ ഈ ഹോളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് അടിച്ച് നോക്കി കഴിഞ്ഞാൽ മാഗ്നറ്റ് ഇവിടെ ഇരിക്കുന്നത് കോയിലൊക്കെ. അപ്പൊ ഇത് അഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു അല്ലെങ്കിൽ ബോൾട്ടിന്റെ ഈ ഒരു സ്റ്റെപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് മാർക്കിംഗ് ഉണ്ടാവും മാഗ്നറ്റും. ആ മാർക്കിംഗ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്യാം. പക്ഷെ നമുക്കത് മുൻപരിചയമുള്ളതുകൊണ്ട് എന്താണ് കറക്റ്റ് പിസ്റ്റൺ ടോപ്പിൽ വെച്ചതിന് ശേഷം എന്താണ് ഇതിന്റെ മാർക്കിംഗ് കറക്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ബാക്കി ഫിറ്റിംഗ്സ് ഉള്ളത്. അതായത് ഹെഡിന്റെ കവർ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ക്ലിയറൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാക്കിംഗ് ഇട്ടിട്ട് ഈ ഒരു കപ്പ് ക്ലോസ് ചെയ്യണം. അതിന് അപ്പുറത്തുനിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നെറ്റ് വരും. ഇതുപോലെ ഉണ്ട്. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ സെന്ററിലോട്ട് വരണം. അതായത് ഇവിടെ വന്ന ഈ കപ്പിലോട്ട് ഇത്രയും നീളത്തിലുള്ള ബോൾട്ടാണ് വന്നിട്ട് എന്താണ് ത്രെഡ് ആവണത്. അപ്പൊ അത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് ക്രോസ് വരുന്നത്. അപ്പൊ ക്യാം ഷാഫ്റ്റിന് നടുക്ക് കൂടെ വീലിന് നടുക്ക് കൂടെ കൊണ്ടാണ് ലോക്ക് ആവണത്. ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ അത് ടൈറ്റ് ചെയ്യാനായിട്ട് എന്താണ്, ഒന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിടിക്കുക. ഇതുപോലെ വീലിനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ച ശേഷം എന്താണ് ടൈറ്റ് ചെയ്യുക. കാരണം റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല. റൊട്ടേറ്റ് ചെയ്യാതെ ടൈറ്റ് ചെയ്യുക. അതിന് പല മെത്തേഡുകൾ പലരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എളുപ്പത്തിൽ ഓരോ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളൂ. അല്ലെങ്കിൽ മാഗ്നറ്റ് ലോക്ക് ചെയ്ത് പിടിച്ചിട്ടൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. വീൽ ബോൾട്ട് അത്യാവശ്യം കറക്റ്റ് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ എന്താണ് വണ്ടി റണ്ണിങ്ങിൽ വീൽ ബോൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഊരി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടൈമിംഗ് എല്ലാം തെറ്റും, വാൽവൊക്കെ അടിച്ച് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈമിംഗ് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അകത്ത് നോക്കിയാണ് ഇപ്പോൾ ചെയിൻ ഞാൻ കാണിച്ചത്. ഇതിക്കോട്ടെ, ഇതാണോ ചെയിൻ ലൂസാണ്. ഇതാണ് ഇതിങ്ങനെ ഇളകണണ്ട, അതാണ് ചെയിൻ ലൂസാണ്. ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയിൻ പൊന്താണാൻ പറ്റും. ഇതാണ്ടോ ചെയിൻ ലൂസാണ്. അതിലെന്താണ് ഈ ഭാഗത്ത് നമ്മൾ ചെയിൻ ടെൻഷനർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട, ഇവിടെയാണ് ചെയിൻ ടെൻഷനർ വരെ. അപ്പോൾ ടെൻഷനർ ഞാൻ കാണിച്ചിരുന്നുണ്ട്, ആണ് ചെയിൻ ടെൻഷനർ. അപ്പോൾ ഈ ചെയിൻ ടെൻഷനർ ഇവിടെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ് ചെയിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെയിൻ തള്ളി നിർത്തുന്നത് ഈ ഒരു മെക്കാനിസമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഈ ടെൻഷനറിൽ ചെറിയൊരു സ്റ്റാർ ബോൾട്ട് വരും. അപ്പോൾ അതൊന്ന് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ചെറിയൊരു കണക്ടർ ഇടാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ ലോക്ക് റിലീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ടർ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ നമ്മൾ ടൈറ്റ് രീതി ചെയ്യുന്നതിനനുസരിച്ച് ഇതെന്താണ് ഉള്ളിലേക്ക് വരും. ഇതിലൊരു ലോക്കിംഗ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നമ്മളൊന്ന് ഒരു ടൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കൂടെ. അതുപോലെ തന്നെ ഇതൊന്ന് പതിയെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചാടി പുറത്തേക്ക് വരും. ഞാൻ തരാം, കണ്ട. അപ്പം ഈ ഒരു ബിറ്റ് പോലെ നിൽക്കണതാണ് എന്താണ് ചെയിനെ തള്ളി നിർത്തുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണ മുന്നായിട്ട് എന്താണ് ഇതൊന്ന് ഇതുപോലെ അടുപ്പിച്ച് നിർത്തണം. ഓക്കെ, കണ്ട, ഇതുപോലെ അടുപ്പിച്ച് നിർത്തിയതിന് ശേഷം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റീലിൻ്റെ പാക്കിങ്. ഓക്കെ, കണ്ട, ഇത് ഇതിന് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്കിങ് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഓയിലേക്ക് വരും. അതുപോലെ തന്നെ ബോണ്ടിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളെന്താണ് ചെറുതായിട്ട് നമുക്കൊന്ന് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളിങ്ങനെ കാരണം ഈ ടൈമിങ് ചെയ്യേണ്ട ഇത് നല്ലപോലെ ഓയിൽ തെറിക്കും. അപ്പോൾ അത് ലീക്ക് വരാതിരിക്കാൻ എന്താണ് ഈ ഭാഗത്ത് ഇതുപോലെ നൈസായിട്ട് ബോണ്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ പാക്കിങ് ഇടുന്നതിന് മുന്നായിട്ട് എന്താണ് ഇതിൻ്റെ സൈഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ടെൻഷനർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ടൈമിങ് ചെയ്യുന്ന സൗണ്ട് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അത് ഞാൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയിട്ടില്ല, ഈ ടെൻഷനർ കംപ്ലൈൻ്റ് ആണോ എന്നുള്ളത് നോക്കിയില്ല. അപ്പോൾ അതൊന്നും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമ്മളെന്താണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ശേഷം എന്താണ് കറക്റ്റായിട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബോൾട്ടുകൾ രണ്ടെണ്ണം 8ൻ്റെ 2 ലെവലിൽ ബോൾട്ടുകൾ വരും. 2 ബോൾട്ടുകൾ ഇത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടെൻഷൻ്റെ ബോൾട്ട് കറക്റ്റ് ത്രെഡ് എല്ലാം നമ്മൾ കൈ കൊണ്ട് ത്രെഡ് പിടിപ്പിക്കട്ടെ. അതിനുശേഷം നമ്മൾ എന്താണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ടെൻഷനർ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കണക്ടർ ഇട്ടിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ട ടെൻഷനർ റിലീസ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ എന്താണ് നേരത്തെ പോലെ നമുക്ക് ലൂസ് ചെയ്യാൻ കിട്ടില്ല, ടൈറ്റ് ആയി നിൽക്കുന്നത്. അതായത് മേലെ വരുന്ന ചെയിൻ പാഡിന് എന്താണ് തള്ളി നിർത്തുമ്പോൾ ചെയിനും കൂടെ ടൈറ്റ് ആവും. ഇനി അതിൻ്റെ മേളിൽ നിന്ന് അഴിച്ചെടുത്ത ഈ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഇട്ട് നേരത്തെ അഴിച്ചെടുത്ത ഈ ഒരു സ്റ്റാറിൻ്റെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു എയറിൻ്റെ സൗണ്ട് വരും, സൗണ്ട് വ്യത്യാസം ഉണ്ടാവും എഞ്ചിന്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടില്ലെങ്കിൽ സൗണ്ട് വരും. ഇപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം, അതിനായിട്ട് ബോണ്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോൾ പാക്കിങ് ഈ ഒരു കവറിൽ വെക്കാട്ടോ. അപ്പോൾ ഈ കവറിൽ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ഇരുന്നുള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൽ കണ്ട. അപ്പോൾ ഇതും എന്താണ് ഇവിടെ ഒരുപാട് ഓയിൽ വരുന്നതാണ് ഈ ടൈമിങ് ചെയ്യേണ്ട ഭാഗത്ത്. അപ്പോൾ പാക്കിങ് ഇട്ടാൽ എന്താണ് ഇതിൻ്റെ ഇതിൽ നല്ലപോലെ എന്താണ് നമ്മൾ ബോണ്ട് ഇതിലും സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ പാക്കിങ് എടുത്തിട്ട് എന്താണ് ഇതിൽ അതുപോലെ തന്നെ ഒട്ടിക്കുക. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർക്കിംഗ് ഉണ്ട്. ഈ ഭാഗത്തൊരു ചെറിയ കട്ടിങ് കണ്ട നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു കവറിന് ഒരു ചെറിയൊരു ലെഗ് പോലെ വന്നിട്ടുണ്ട് ഇതിയറ്റത്ത്. അപ്പോൾ അത് അതേ പൊസിഷനിൽ വെച്ച് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ലോക്കിംഗ് ആണത്. കണ്ട, ഈ ഒരു കട്ടിങ് ഇതിൽ വരുന്ന നേരത്തിൽ വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഭാഗത്തൂടെ ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് അപ്പുറത്തുനിന്ന് ബോൾട്ട് ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഈ ഒരു റൗണ്ടിലേക്ക് ഇവിടെ ബോണ്ടൊന്ന് വട്ടത്തിലൊന്ന് ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എപ്പോഴും ബോണ്ട് തേക്കുമ്പോൾ എഞ്ചിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാതെ നോക്കാട്ടോ. പുറം ഭാഗത്തേക്ക് എന്തോരായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്ത് കളയാവുന്നതുള്ളൂ. അകത്തേക്ക് അതിനനുസരിച്ച് ഓലി കൂടെ കയറി പോകും. ഓക്കെ, ശേഷം ഈ ഒരു ബോൾട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഇടണം കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ഇതുണ്ടല്ല ഈ ബോൾട്ട് വന്നേക്കണ്ടല്ല. ഇനി നമ്മളെന്താണ് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തള്ള വെച്ചിട്ട്. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ഇത് വെച്ചതിന് ശേഷം എന്താണ് അവിടെ നിന്ന് ടൈറ്റ് ചെയ്യുക.
ഓക്കെ, ഇപ്പൊ ഈ ഒരു കവർ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, ബോണ്ടാണ് സൈഡിലോട്ട് തുറച്ചു വന്നിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ച് ഫിൽ ആയിക്കോളും. ഓക്കെ, അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ടെൻഷനർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് കപ്പുകൾ, അതായത് ടാപ്പറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഈ വാൽവിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം താഴത്ത്. അപ്പൊ അത് ജസ്റ്റ് ഞാനിപ്പോ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഹാൻഡിൽ ഷേക്ക് നോക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ടാപ്പറ്റിനാ വെച്ചാൽ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ നെറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ടോപ്പിലിട്ടാ. അപ്പൊ ഈ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാം, ഈ ഒരു സൗണ്ട് ഉണ്ട്, ഇത് ഇതിന്റെ പ്ലാഗ് ഉള്ളാണ്. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വെച്ചാൽ അടിയിലും എക്സോസ്റ്റിന്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, എക്സോസ്റ്റിന്റെ ഈ ഒരു ടാപ്പറ്റിൽ നമ്മൾ എന്താണ് ഈ ഒരു ക്ലിയറൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് ഗേജ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഗേജ് ഇല്ല, നമ്മൾ എന്താണ് ഈ ഒരു ഷെയ്ക്കിങ് നോക്കിയിട്ടാണ് നമ്മൾ ആ എക്സ്പീരിയൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലർ ഗേജ് ഉണ്ട്, ഫില്ലർ ഗേജ് വെച്ചിട്ട് അതിൻ്റെ എന്താണ് ക്ലിയറൻസ് സെറ്റ് ചെയ്യണം ശരിക്കും വേണ്ടത് കേട്ടോ, ഈ ഒരു എന്താണ് ക്ലിയറൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ലെയ്ത്തിൽ നിന്ന് അവർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പോരാ, ഈ ഒരു സൗണ്ട് വരാൻ പാടില്ല. അപ്പൊ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടക്ക് ടക്ക് സൗണ്ട് എന്നുള്ളത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരും. ഈ ഒരു പിന്നിനും കംപ്ലൈന്റ് ആണത്. അപ്പൊ അത് സെറ്റ് ചെയ്യണേ കാണിച്ചത്. നമുക്ക് ഈ ഒരു റിംഗ് സ്പാൻഡ് ഇട്ടിട്ട്, അതായത് 9mm ആണ് വരുന്നത്. ഈ ഒരു മേലത്തെ നെറ്റ് നമ്മൾ ലൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടാപ്പറ്റ് കീ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു കീ ഉണ്ട്, കീ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കീ ആണ് വരുന്നത്. ഇതിന്റെ ഹോള് നിങ്ങൾ കണ്ടല്ലോ, ഒരു സ്ക്വയർ ടൈപ്പ് ആണ്, അതുപോലെ തന്നെ അവിടെ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യണ റിംഗ് സ്പാൻഡ് ഇട്ടിട്ട് ഈ 9mm ഈ ഒരു കറക്റ്റിൽ എന്താണ് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ പിടിക്കും. അതിനുശേഷം ഈ സെൻറ്ററിൽ കൂടെ എന്താണ് ഈ ലോക്ക് പിന്നെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ പിടിച്ചിട്ട് വേണം നമ്മളെന്താണ് സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ നമ്മൾ കീ വെച്ചതിന് ശേഷം എന്താണ് ഈ സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ കീ എന്താണ് സെൻറ്ററിലുള്ള കീ റൊട്ടേറ്റ് ചെയ്യില്ല ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഹെഡിൽ ഇതുപോലെ ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ് മാത്രം സെപ്പറേറ്റ് കാണിച്ചു തരാം. കാരണം ഈ ഒരു പരിമിതിയുള്ളിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു എഞ്ചിന്റെ ഹെഡിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കുള്ളൂ. അപ്പോൾ ക്ലിയർ അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എഞ്ചിന്റെ ഹെഡിങ് ഫിറ്റിംഗ് മാത്രം നിങ്ങളൊന്ന് കാണാം. അതുപോലെ ക്ലിയറൻസ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴൊന്നാണ് ഇൻടേക്കിൽ ക്ലിയറൻസ് കുറവും എക്സോസ്റ്റിൽ ക്ലിയറൻസ് കൂടുതൽ. അതെല്ലാ വാഹനങ്ങൾക്ക് അങ്ങനെ തന്നെ വരണം. അപ്പൊ അത് എത്ര കുറവ് കൂടുതൽ എന്നുള്ള ഓരോ വണ്ടിക്ക് പോയിന്റ് അളവാണ് വരിക. അപ്പോൾ 0.08mm, അതുപോലെ തന്നെ 0.10mm ഇങ്ങനെയൊക്കെയാണ് മെഷർമെന്റ് വരുന്നത് മേലെ താഴേക്കിട്ട്. അപ്പോൾ ഓരോ വണ്ടിയിലെ സിലിണ്ടറിന്റെ ഇതിന്റെ കളവ് അനുസരിച്ച് എന്താണ് ആ MM വ്യത്യാസം ഉണ്ടാവും. അത് ഗേജിൽ നോക്കിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടാപ്പറ്റിന്റെ അതായത് ക്ലിയറൻസ് ചെയ്തതിന്റെ ആ ടാപ്പറ്റ് അടിഭാഗത്ത് ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം വെച്ചാൽ നമുക്കൊന്ന് മുകളിൽ ഓയിൽ കുറച്ചൊന്ന് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എക്സോസ്റ്റിന്റെ അടിഭാഗത്ത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഇതിന് കുറച്ച് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു കപ്പ് പെട്ടെന്ന് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഓറിങ് നമ്മൾ മാറ്റണം. ഇപ്പൊ ഓറിങ് ചേഞ്ച് ചെയ്യണില്ല, കാരണം നമ്മൾ ബോണ്ടും പാക്കിങ്ങും മാത്രമാണ് മാറ്റി കൊടുക്കുന്നത്. കാരണം ഇതിന്റെ ഈ ഓറിങ്ങിന് വലിയ കംപ്ലൈന്റ് ഇല്ല, അതുകൊണ്ടാണ് ഓറിങ് ചേഞ്ച് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, നേരത്തെ കാണിച്ചെന്ന ആ ഒരു പാക്കിങ് കേട്ടോ, ഈ ഒരു പാക്കിങ് നമ്മൾ ഇതിൽ ഒട്ടിക്കുക. ഓക്കെ, കണ്ടല്ലോ. അതുപോലെ തന്നെ അതിന്റെ അടിവശത്ത് എന്താണ് കുറച്ച് ബോണ്ട് നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കയ്യിലെടുത്തിട്ട് റൗണ്ടിൽ കുറച്ചൊന്ന് ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ 2 ബോൾട്ടുകൾ എടുത്തതിന് ശേഷം മാത്രം ഒന്നിച്ചത് സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കപ്പിൻ്റെ 2 ബോൾട്ടുകൾ എടുക്കുക, ത്രെഡ് പിടിപ്പിക്കുക കൈയോടെ. ഇതെന്താണ് ത്രെഡ് പിടിപ്പിക്കണം, അല്ലെങ്കിൽ എന്താണ് ആ പാക്കിങ് വിട്ടുപോരും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ എന്താണ് ഒരു സൈഡ് നമ്മൾ ബോൾട്ട് ത്രെഡ് പിടിപ്പിക്കുക. ഇതുപോലെ ത്രെഡ് പിടിപ്പിക്കുക. ഇനി അടുത്ത ബോൾട്ട് നമ്മൾ എന്താണ് ഇതുപോലെ തന്നെ ത്രെഡ് പിടിപ്പിക്കുക. ഫുൾ ടൈറ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ക്ലിയറൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നീട് അഴിക്കേണ്ടി വരും കപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുക. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ക്യാനിൽ നല്ല ഓയിൽ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് എന്താണ് ഈ വാൽവിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ സൗണ്ട് ഉണ്ടാവും ഭയങ്കരമായിട്ട്. അപ്പോൾ നോയിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിയറൻസിന്റെ പ്രശ്നമൊന്നും വിചാരിച്ചിട്ട് വീണ്ടും വെച്ച് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഓയിൽ ഒരു പ്രധാനമാണ്. അപ്പോൾ ഈ മേലെ നാക്കി കൊടുക്കുമ്പോൾ അത് നേരെ താഴത്തെ വാൽവിന്റെ അവിടേക്കും ചെല്ലും. അപ്പോൾ ആദ്യം കുറച്ച് ഓയിലാക്കി കൊടുക്കണം, കാരണം ഓയിൽ പമ്പ് ചെയ്തെത്താനായിട്ട് ടൈം എടുക്കും ഈ ഒരു ഹെഡ് നിറയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഓയിലാക്കി കൊടുക്കുക. ഇപ്പം അതിൻ്റെ ഉള്ളിൽ നല്ലപോലെ ലൂബ്രിക്കേറ്റ് ആയിട്ടുണ്ട്. മേലത്തെ കപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോണ്ട് തേച്ച് കൊടുക്കുക സൈഡിൽ. ഈ ഭാഗത്തിന് ഈ സൈഡ് തേച്ച് കൊടുത്താൽ, കാരണം എന്താണ് മുകളിൽ പെട്ടെന്ന് ചാൻസസ് ഇല്ല ലീക്ക് വരാനുള്ളത്. എന്നാൽ ഓയിൽ ചെറുതായിട്ട് കനിയുള്ളൂ. അപ്പം അതിൻ്റെ പേരിൽ അവിടെ നമ്മളെങ്ങനെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത അതേ പാക്ക് കൃത്യമായിട്ട് അവിടെ വെച്ച് കൊടുക്കുക.
ഓക്കെ, ഇനി അതിൻ്റെ ബോൾട്ടുകൾ മാറ്റി വെച്ചത് കൃത്യമായിട്ട് അതിനും ബോൾട്ടുകൾ ഇട്ട് കൊടുക്കുക. അതും നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യാണ്ട് ഒരു മിനിമം ടൈറ്റിൽ നിർത്തട്ടെ. അതിനീ പറഞ്ഞ നമ്മളെ കാർബേറ്ററിൻ്റെ പറഞ്ഞ ബെൻഡ് പൈപ്പ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിലിട്ടാ. അപ്പോൾ അതിൻ്റെ പാക്കിങ് കറക്റ്റ് ഹോൾ നോക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബോൾട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോണ്ട് ഇടാൻ നമുക്ക് എയർ ടൈറ്റിന് വേണ്ടി ബോണ്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ കാണിച്ചെന്നല്ല അതിൻ്റെ പാക്കിങ് പറഞ്ഞത് ഈ പേപ്പർ പാക്കിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പാക്കിങ് നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് നമുക്ക് അകത്തി പിടിക്കുക സൈഡിലോട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാ. ഈ ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ ബോണ്ടിന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് കറക്റ്റ് ഹോൾ വെച്ച് നോക്കണം ഏത് സൈഡാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വ്യത്യാസം ഉണ്ട്. അതിൻ്റെ ഹോളിനനുസരിച്ച് അതിൻ്റെ ഗ്യാപ്പും വ്യത്യാസം വരും. അപ്പോൾ അത് ഏത് സൈഡാണ് കറക്റ്റ് വരുന്നുള്ളത് നോക്കണം. ഓക്കെ, ഈ രണ്ട് ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന തരത്തിൽ ഇത് നമുക്ക് ബോണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഈ ലെവലിൽ തന്നെ ഇവിടെ വെക്കുക. ബോണ്ട് കുറച്ച് കയ്യിലെടുക്കുക. ശേഷം എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് അകത്തി പിടിച്ചതിന് ശേഷം എന്താണ് ഇതിലേക്ക് ബോണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെ പാക്കിങ് വെച്ച് കൊടുക്കാം. നമുക്ക് ആ ലെവലിലേക്ക് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ടോപ്പ് ലെവലിലും കുറച്ചൊന്നും എന്താണ് ബോണ്ടായി കൊടുക്കുക. അതുപോലെ കറക്റ്റ് വെക്കുക. അപ്പം തന്നെ ബോൾട്ടിങ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പിന്നെ ആ പാക്കിങ് തെറ്റിപ്പോരും. അപ്പം അതുകൊണ്ട് നമ്മൾ 10ന്റെ ബോൾട്ടുള്ള വരെ നേരെ എടുക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് കറക്റ്റ് ത്രെഡ് അതിനകത്ത് ഇറക്കുക. ഓക്കെ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോലെ തന്നെ ത്രെഡ് കറക്റ്റ് ചെയ്യുക. ആദ്യം അഴിച്ചെടുത്തില്ലേ ഈ ഒരു ബെൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റലൈറ്റിക് കൺവെർട്ടറിൻ്റെ ഈ ഒരു പൈപ്പ്. അപ്പോൾ ഇത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ എടുത്ത പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റലൈറ്റിക് കൺവെർട്ടറിൻ്റെ ഈ ഒരു പൈപ്പ് വരുന്നത് ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞാൽ പ്ലഗ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ പ്ലഗിൻ്റെ ത്രെഡ് അപ്പോൾ നമ്മൾ ഹാൻഡ് ടൈറ്റ്. അപ്പോൾ എന്ത് കാര്യം കൈ കൊണ്ട് ത്രെഡ് പിടിപ്പിക്കുകയെന്ന് വെച്ചാൽ പ്ലഗിൻ്റെ ത്രെഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴാണ് കൈ കൊണ്ട് ത്രെഡ് കറക്റ്റ് ചെയ്യുക പ്ലഗിൻ്റെ ഒക്കെ. ഓക്കെ ആണല്ലോ, ഇതുപോലെ നമ്മളെന്താണ് കൈ കൊണ്ട് പ്ലഗ് തിരിഞ്ഞ് കയറും ഫുള്ള്. കാരണം പ്ലഗിൻ്റെ ത്രെഡ് എങ്ങാനും ഏതിന് കാരണവശാലും ത്രെഡ് കട്ടാവേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത വർക്കുകളൊക്കെ പിന്നെയും തിരിച്ചഴിച്ചെടുക്കണം. കാരണം എന്താണ് ഈ ഒരു ഹെഡ് ത്രെഡ് കട്ടിയാണെങ്കിൽ ഈ ഒരു ഹെഡ് ഭാഗം അഴിച്ചെടുത്തിട്ട് എന്താണ് ത്രെഡ് കട്ടിയായിട്ട് വീണ്ടും നമ്മൾ ലെയ്ത്തിൽ കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പ്ലഗ് സ്പാനർ എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക. സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യുക. അതുപോലെ സ്പാനറിന്റെ എൻഡിൽ പിടിച്ചിട്ട് ഒരിക്കലും ടൈറ്റ് ചെയ്യരുത്. സ്പാനറിന്റെ എപ്പോഴും ഈ ഒരു അറ്റത്ത് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ചില പവർ കൂടും നമ്മളെ ഫോഴ്സ്. ഓക്കെ, ഇത്രയും മതി. ഇതാണ് ഹാൻഡ് ടൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ പ്ലഗിൽ കൊടുക്കരുത്. അതുപോലെ തന്നെ പ്ലഗ് അഡാപ്റ്റർ കണ്ടേ പ്ലഗ് അഡാപ്റ്ററിൽ അകത്തേക്ക് നോക്കട്ടെ എന്തെങ്കിലും ക്ലാവ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലഗ് അഡാപ്റ്റർ നമ്മൾ എന്താണ് ഒന്ന് അയച്ച് നോക്കിയതിന് ശേഷം അതുപോലെ സെറ്റ് ചെയ്യണം. ഈ പ്ലഗ് അഡാപ്റ്റർ ഇതിന് മുന്നേ മാറ്റിയത് കൊണ്ട് എന്താണ് കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതേ പ്ലഗ് അഡാപ്റ്റർ പിന്നെ ഇടുന്നത്. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോൾട്ട് കൂടെ ടൈറ്റ് ചെയ്യണം നമുക്ക് ഇതിന്റെ ഈ ബെഡ് പൈപ്പിന്റെ വരുന്നത്. അതുകൊണ്ട് ടൈറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ സെക്ഷൻ വരെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലച്ച് കവർ അയച്ചിട്ടുണ്ട്. ക്ലച്ച് കവർ സെറ്റ് ചെയ്യണം, സൈലൻസർ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈലൻസറിന്റെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയത് സൈലൻസറിന്റെ ഗ്യാസ്കറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോണ്ട് തേച്ചിട്ട് താഴെ ബോണ്ട് തേച്ചിട്ട് എന്താണ് ജസ്റ്റ് ഈ ഗ്യാപ്പിലോട്ട് എന്താണ് നമ്മൾ സൈലൻസറിന്റെ ഗ്യാസ്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. കാണാം ഇവിടേക്ക് എന്താണ് ഇതുപോലെ സൈലൻസറിന്റെ ഗ്യാസ്കറ്റ് നമ്മൾ ഈ ഒരു ഗ്യാപ്പിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചത് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ട്യൂണിങ് കാര്യങ്ങൾ നോക്കണം. കാർബറേറ്റർ നമ്മൾ അഴിച്ചിട്ടില്ല, അതുകൊണ്ട് ട്യൂണിങ് കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, നമ്മുടെ ക്ലച്ച് കവർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഫസ്റ്റ് വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുണ്ട് ഈ ഒരു സ്ക്രീൻ ഫിൽറ്റർ. അപ്പോൾ ഓയിൽ അടിച്ചെടുക്കുന്നതാണ് ഈ ഒരു സ്ക്രീൻ ഫിൽറ്റർ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ താഴെ നിങ്ങൾക്കൊരു ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ തന്നെ. അപ്പോൾ അതിൽ സ്റ്റെപ്പ് ഇടാൻ നോക്കാം. ഇതിനൊരു സ്റ്റെപ്പിംഗ് ഉണ്ട്, അതിനനുസരിച്ച് ഇതൊരു ലെവലായിട്ടാണ് ഇടാനായിട്ട്. ഓക്കെ, ഈ ഒരു ഇതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു കനം വ്യത്യാസമുണ്ട്. ഈ ഒരു സ്ക്രീൻ ഫിൽറ്ററിന് ഒരു സൈഡ് കനം കുറവ്, ഒരു സൈഡ് കനം കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കാം ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് എന്താണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഫിനിഷിംഗ് ആയിട്ടുണ്ട്, സെറ്റ്. ഇപ്പോൾ നമ്മൾ സ്ക്രീൻ ഫിൽറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാക്കിംഗ് ഇട്ടിട്ട് കവർ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണ് പാക്കിംഗ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകണ്ട. ഇതിൽ 2 സ്റ്റഡി പിൻ വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ പാക്കിംഗ് പക്കിയിട്ടിരിക്കും. ഈ ഒരറ്റത്തും അതുപോലെ തന്നെ ഈ ഒരറ്റത്തും 2 പാക്കിംഗ് വരുന്നുണ്ട്, 2 സ്റ്റഡി പിൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ പാക്കിംഗ് കൃത്യമായിട്ട് നല്ല വൃത്തിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എപ്പോഴും ക്ലീനിങ്ങിലും നമ്മൾ പാക്കിംഗ് ഇടലാണ് നമ്മുടെ വർക്കിന്റെ ഒരു എന്താണ് മിടുക്ക്. നീറ്റായിട്ട് പാക്കിംഗ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലേക്ക് എന്നുള്ളൊരു കാര്യം നമുക്ക് പേടിക്കേണ്ടതില്ല.
ഓക്കെ, നമ്മൾ ക്ലച്ച് കവർ ഇട്ടിട്ടുണ്ട്. ഇനി ബോൾട്ടുകൾ ഇട്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഇനി സൈലൻസർ പിടിപ്പിക്കാം. ക്ലച്ച് കവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രസ്റ്റ് കാര്യങ്ങൾ പിടിപ്പിച്ചിട്ട് നമുക്ക് സൈലൻസർ കൂടെ സെറ്റ് ചെയ്യാം. ഈ ഗ്യാസ്കറ്റിൽ ചെയ്യേണ്ടത് നമുക്ക് എന്താണ്, ഈ കുറച്ചൊന്ന് ബോണ്ട് വെറുതെ തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലരിത് ഗ്രീസ് വെച്ചും പിടിപ്പിക്കാറുണ്ട്. ഇത് ഓൾറെഡി ചൂടായി കത്തിപ്പോവും. അപ്പൊ ഇത് നമുക്ക് നമ്മൾ വർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം കറക്റ്റ് ഇതിനകത്ത് സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളൂ, പുറത്തേക്ക് ചാടിപ്പോരില്ല, നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കുള്ളൂ. അതുപോലെ എന്താണ് ബോൾട്ട് എടുത്ത് വെക്കാം. ഈ സൈലൻസർ നമ്മൾ ഊരി എടുത്ത പോലെ തന്നെ സൈലൻസർ എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ തന്നെ ക്ലച്ച് പ്ലേ ഒക്കെ കറക്റ്റ് ആണോ നോക്കണം. അത് കറക്റ്റ് ചെയ്യുക. ഇനി ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിക്കണം. നമ്മൾ കിക്കർ കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് ഓയിൽ ക്യാപ്പ് അഴിച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചിട്ട് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഹീറോൻ്റെ കമ്പനി ഓയിൽ ഉണ്ട്. പക്ഷെ നമുക്ക് കമ്പനി ഓയിൽ ഒഴിക്കേണ്ടതാണ്. നമ്മൾ ലൂസ് ഓയിൽ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൂസ് ഓയിൽ ഒഴിച്ച് വണ്ടി കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കുറച്ചുകൂടെ അഴുക്കുകളുണ്ട്. അതായത് ഗിയറിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കരി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒഴിച്ചിട്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസമൊക്കെ ഓടിച്ചതിന് ശേഷം എന്താണ് ഈ ഓയിൽ നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് നല്ല ഓയിൽ ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ കുറച്ചുകൂടെയും ക്ഷമതയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എഞ്ചിൻ നമ്മൾ സെറ്റ് ചെയ്തതിനൊരു ഉപകാരം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. അപ്പൊ അതിന് വേണ്ടി ലൂസ് ഓയിലാണ് നമ്മളിപ്പോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, 900 ml കണക്ക് വരുന്നത്. അപ്പോൾ നമ്മള് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോവാണ്. സ്റ്റാർട്ടിങ് പക്കയാകുമ്പോൾ തന്നെ സൗണ്ട് എപ്പോഴും ഹെഡില്ല. നോയിസാണ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. ടൈം എഞ്ചിൻ്റെയോ അതുപോലെ തന്നെ എന്താണ് നമ്മളെ റോക്ക് റാംസിൻ്റെയോ നമ്മൾ ക്ലിയറൻസ് സെറ്റ് ചെയ്തതിൻ്റെയും സൗണ്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അഴിക്കേണ്ടി വരില്ല, അതായത് റിവർക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് ഒരു 500 കിലോമീറ്റർ ഓടിക്കുന്നതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും നമ്മൾ കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ. ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെ ആണ്. എഞ്ചിൻ്റെ വർക്കിംഗ് നോയ്സ് ഒക്കെ നിങ്ങൾ കേട്ടില്ല. അപ്പോൾ നമ്മൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിലും റോക്ക് റാമിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിൻ്റെ ഹെഡ് അസംബ്ലി അപ്ലൈ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് റോക്ക് റാം ക്യാം ഷാഫ്റ്റിൽ എന്തായാലും ചേഞ്ച് ചെയ്യുക. ചെറിയൊരു സൗണ്ടോ ചെറിയൊരു എലമെൻറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തായാലും റീപ്ലേസ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എന്ന് വെച്ചാൽ നമുക്കൊരു റീവർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ റോക്ക് റാം കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ റോക്ക് റാമിൻ്റെ എന്തെങ്കിലും സൗണ്ടുകൾ പ്രശ്നങ്ങളായിട്ട് നമുക്ക് അഴിക്കേണ്ടി വരാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തേക്കാം. റീപ്ലേസ് ചെയ്യണത് എത്രയും ബെറ്റർ. കാരണം എഞ്ചിൻ സ്മൂത്ത് വർക്കിംഗ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നാളത്തേക്ക് നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നല്ല രീതിക്ക് എഞ്ചിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ നമുക്കൊരു ഡൗട്ടും ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്കയായിട്ട് സ്റ്റാർട്ടിങ് ആവും. നമ്മുടെ ടൈമിങ്ങിൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാൽവ് അടിച്ച് പൊട്ടുക, അതുപോലെ തന്നെ ഈ ഹെഡ് കംപ്ലൈൻറ്റുകൾ, റോക്ക് റാം കംപ്ലൈൻറ്റ്, ബെൻഡ്, നമ്മൾ ഒരുപാട് വിഷയങ്ങൾ വരും. വീണ്ടും ലെയ്ത്തിൽ റീവർക്കുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.